ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിലിനിറങ്ങിയ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേയെ തടഞ്ഞ് കർണാടക പോലീസ്. അനുമതിയില്ലാതെ തിരച്ചിൽ നടത്താൻ അനുവദിക്കില്ലെന്ന് പോലീസ് പറഞ്ഞു. ഇന്ന് രാവിലെ തിരച്ചിലിനിറങ്ങിയപ്പോഴാണ് മാൽപേയെ തടഞ്ഞത്. ഡ്രഡ്ജർ എത്തിക്കുന്നതുവരെ അർജുനായുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തിയിരുന്നു. കാലാവസ്ഥ അനുകൂലമായ സാഹചര്യത്തിലാണ് തിരച്ചിലിനിറങ്ങിയതെന്ന് മാൽപേ പറഞ്ഞു. അർജുൻ കല്യാട് ചേരുന്നുണ്ട് ഷിരൂരിൽ നിന്ന്. അർജുൻ, ഈ ഈശ്വർ മാൽപേ സ്വയം സന്നദ്ധനായി തിരച്ചിലിനിറങ്ങുന്ന ഘട്ടത്തിലൊക്കെ പോലീസ് ഇതിനു മുൻപും അദ്ദേഹത്തെ തടയുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പുഴയിൽ തിരയുന്ന ഒരു സാഹചര്യം ദുഷ്കരമാണെങ്കിലും ഏത് സാഹചര്യത്തിലായിരുന്നു മാൽപേ തിരച്ചിലിനിറങ്ങിയത്? പോലീസ് തടഞ്ഞത് എന്തുകൊണ്ടാണ്? റോഷ്നി, ഗുഡ് ആഫ്റ്റർനൂൺ. ഈ തിരച്ചിലിൽ നിന്ന് മാൽപേ ഇറങ്ങിയ ഘട്ടത്തിലാണ് പോലീസ് ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ളത്. പോലീസ് പ്രധാനമായും പറഞ്ഞത് ഈ തിരച്ചിലിന് അനുമതിയില്ല, ഇനി ഡ്രഡ്ജർ എത്തിച്ചതിനു ശേഷം മാത്രമായിരിക്കും തിരച്ചിൽ എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ SP ഉൾപ്പെടെയുള്ളവരും വ്യക്തമാക്കിയിട്ടുള്ളത്. ഡ്രഡ്ജർ എത്തിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള തിരച്ചിൽ വേണ്ടതില്ല എന്നുള്ള നിലപാടായിരുന്നു ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ സ്വീകരിച്ചത്. പക്ഷേ മാൽപേ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ, അതായത് ഒരു നല്ല വെയിലായിരുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ ഷിരൂരിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ പുഴയിൽ തിരച്ചിൽ നടത്താം എന്നുള്ളൊരു ഉദ്ദേശത്തിന് ഭാവി മാൽപേ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയത്. പക്ഷേ സംഭവ സ്ഥലത്ത് എത്തിയതിന് പിന്നാലെ തന്നെ ഈ മാൽപേയെ പോലീസ് തടയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. മാൽപേ പുഴയിൽ ഇറങ്ങി പരിശോധന നടത്തിയതിനു ശേഷമാണ് പോലീസ് ആ സ്ഥലത്തേക്ക് എത്തുകയും ഈ മാൽപേയോട് പുഴയിൽ നിന്നും കരയിലേക്ക് കയറാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാൽപേ പറയുന്നത് അനുകൂലമായ കാലാവസ്ഥയുള്ളത് കൊണ്ടാണ് താൻ തിരച്ചിലിന് ഇറങ്ങിയിട്ടുള്ളത്. കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ കയറ്, വാഹനത്തിൻ്റെ മറ്റ് ലോഹഭാഗങ്ങളെല്ലാം തന്നെ ലഭിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് കൂടിയാണ് താൻ തിരച്ചിലിന് ഇറങ്ങിയത് എന്ന കാര്യമാണ് മാൽപേ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ ഭരണകൂടം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഡ്രഡ്ജർ കൊണ്ടുവരിക, അതായത് ഈ മാസം 22-ാം തീയതി വ്യാഴാഴ്ച മാത്രമേ ഡ്രഡ്ജർ എത്തിക്കാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമുക്ക് ലഭ്യമായിട്ടുള്ള അറിവ്. ഒരുപക്ഷെ അതിലും നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യത. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ദൗത്യം നീണ്ടുപോകാനുള്ള ഒരു ഇട നൽകാതെ കൂടുതൽ ലഭ്യമാവുന്ന സമയം അത് ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഈ കാലാവസ്ഥ അനുകൂലമായ മഴയില്ലാത്തൊരു സാഹചര്യത്തിൽ ഈ പുഴയിൽ തിരച്ചിലിനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതിനാവശ്യമായിട്ടുള്ള തെളിവുകൾ ലഭിക്കുകയാണ്. അത് ഒരുപക്ഷെ ചെറിയ ഒരു ലോഹഭാഗമോ അല്ലെങ്കിൽ ചെറിയ ഒരു വസ്തുവോ അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റേത് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു വസ്തുവോ മാത്രമായിരിക്കാം. പക്ഷേ എങ്കിൽ കൂടി അതിൽ പ്രധാനമായിട്ടുള്ളത് അതൊരു വലിയ തെളിവാണ്. ഈ ദൗത്യത്തിൽ വലിയ സഹായകമാവുന്ന നിർണായകമായിട്ടുള്ള തെളിവായിരിക്കാം ഓരോ മുങ്ങലിലും മാൽപേക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് മാൽപേ പറയുന്നത് ഇത്തരത്തിൽ ഈ തിരച്ചിലിന് ആവശ്യമായിട്ടുള്ള ഒരു മുങ്ങൽ ഈ ദിവസങ്ങളിൽ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് മുൻപുള്ള ഈ ദിവസങ്ങളിൽ നടത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യം മാൽപേ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും മാൽപേയെ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണത്തിന് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ തയ്യാറായിട്ടില്ല. അവർ പറയുന്നൊരു നിലപാടിതാണ്, ഡ്രഡ്ജർ കൊണ്ടുവന്നാൽ മാത്രമേ ഇനി ഏതെങ്കിലും തരത്തിൽ കാര്യമായ ഒരു പുരോഗതി ഈ തിരച്ചിലിനകത്ത് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു സമീപനം സ്വീകരിച്ചത് എന്നുള്ള രീതിയിലാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. അല്ലാതെ വെറുതെ ഒരു തിരച്ചിൽ നടത്തുക, അതിനു പുറമെ കൃത്യമായ തോതിൽ സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാൽപേയുടെ സംഘം തിരച്ചിൽ നടത്തുമ്പോൾ SDRFിൻ്റെയും NDRFിൻ്റെയും ഒക്കെ സംഘം അതിനെ തൊട്ടടുത്ത് തന്നെ നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാതെ മാൽപേയുടെ സംഘാംഗങ്ങൾ മാത്രം അവിടത്തേക്ക് പോയി തിരച്ചിൽ നടത്തുന്നത് ഒട്ടും അനുയോജ്യമാവില്ല. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ